ഇനി നമ്മുടെ 11ാമത്തെ ചാപ്റ്ററാണ് ചേഞ്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ റൂറൽ സൊസൈറ്റി എന്ന് പറയുന്നത്, അഥവാ ഗ്രാമീണ സമൂഹത്തിലെ മാറ്റവും വികസനവും. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ നോക്കാം. ഒന്ന്, ദ ഇമ്പാക്റ്റ് ഓഫ് ലാൻഡ് റിഫോംസ്, അതായത് ഭൂപരിഷ്കരണങ്ങളുടെ അനന്തരഫലങ്ങളെ പറ്റിയിട്ട് നമുക്ക് ചോദിക്കാറുണ്ട്. ഇതൊരു ഷോർട്ട് എസ്സേ ആണ്, ഒരു 5-6 മാർക്കിനൊക്കെ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ കൊളോണിയൽ ഇന്ത്യയുടെ കാര്യവും എഴുതണം, ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയുടെ സിറ്റുവേഷനും എഴുതണം. അതായത് നിങ്ങൾ ടെക്സ്റ്റ് ഒന്ന് തുറന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ് ടോപ്പിക്കാണ് നമ്മുടെ ഇമ്പാക്റ്റ് ഓഫ് ലാൻഡ് റിഫോംസ് എന്ന് പറയുന്നത്. ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ വരുന്നൊരു ടോപ്പിക്കാണ്. അവിടെ കൊളോണിയൽ ഇന്ത്യയിൽ ലാൻഡ് റിഫോംസ് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്നും സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിൽ എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയെന്നും കൊടുത്തിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ കോളനി ഭരണ സമയത്തുള്ള കാര്യവും അതുപോലെ തന്നെ സ്വതന്ത്ര ഇന്ത്യയുടെ കാലത്തും ഭൂപരിഷ്കരണങ്ങൾ എന്തൊക്കെയാണ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് എന്നുള്ളത് റിലേറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ നോക്കിയിട്ട് പോകണം. ഇതിൽ ഏതെങ്കിലുമൊക്കെ ഓരോന്ന് വെച്ചോ അല്ലെങ്കിൽ രണ്ട് ഒരുമിച്ചായിട്ടോ ഒക്കെ ഒരു ഷോർട്ട് എസ്സേ ലെവലിൽ ചോദിക്കാം. ഓക്കെ, ഇനി ഈ ഒരു ചാപ്റ്ററിൽ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് ഞാൻ ടിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കിയേ, ഗ്രീൻ റവല്യൂഷൻ ആൻഡ് സോഷ്യൽ കോൺസിക്വൻസസ്, ഹരിത വിപ്ലവവും അതിൻ്റെ സാമൂഹിക പ്രത്യാഘാതങ്ങൾ. 8 മാർക്കിൻ്റെ എസ്സേ ചോദ്യമാണ്, അല്ലെങ്കിൽ 6 മാർക്കിന് ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. PYQസിൽ ചോദിച്ചിട്ടുള്ളതുമാണ്. സോ ഗ്രീൻ റവല്യൂഷനും സോഷ്യൽ കോൺസിക്വൻസസും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉൾപ്പെടെയാണ് ചോദിക്കുക. അപ്പോൾ രണ്ടും കവർ ചെയ്ത് ഞാൻ അത് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. ഇനി വരുന്നതാണ്, നോക്കൂ, ട്രാൻസ്ഫോർമേഷൻ ഇൻ റൂറൽ സൊസൈറ്റി ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. നമ്മുടെ സ്വാതന്ത്ര്യാനന്തരം ഗ്രാമസമൂഹത്തിലുണ്ടായ പരിവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതൊരു 4 മാർക്കിനോ അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടി ഹയസ്റ്റ് ആയിട്ട് 6 മാർക്കിനോ ചോദിച്ചേക്കാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചിട്ട് പോകണേ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കേട്ടോ. റൂറൽ സൊസൈറ്റിയിലെ ട്രാൻസ്ഫോർമേഷനാണ്, നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള മാറ്റങ്ങളെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത്. ഇനി ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ ആൻഡ് റൂറൽ സൊസൈറ്റി, അഥവാ ആഗോളവൽക്കരണവും ഉദാരവൽക്കരണവും ഗ്രാമസമൂഹത്തെ ബേസ് ചെയ്തിട്ട് ഒരു 6 മാർക്ക് രീതിയിൽ ചോദിക്കാനുണ്ട്. ഇതൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഇതേത് ചാപ്റ്ററിലാണെന്നുള്ളൊരു ഡൗട്ടൊക്കെ വരാം. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് തുറന്ന് കൃത്യമായിട്ട് വായിച്ചിട്ട് പോകണം. ഓക്കെ, അങ്ങനെയെങ്കിൽ എക്സാം ഹാളിൽ പോകുമ്പോൾ വേറെ ഡൗട്ട്സ് വരില്ല. പിന്നെ ഒരു 2 മാർക്കിൻ്റെ ചോദ്യമാണ് കോൺട്രാക്റ്റ് ഫാമിംഗ് അഥവാ കരാറു കൃഷി. കോൺട്രാക്റ്റ് ഫാമിംഗ് എന്താണ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, 2 മാർക്ക് ലെവലിൽ ഡെഫിനേഷൻ ഒന്ന് നോക്കിയിട്ട് പോവുക. പിന്നെ അതുപോലെ തന്നെ 2 മാർക്കിന് ചോദിക്കുന്നതാണ് സർക്കുലേഷൻ ഓഫ് ലേബർ അഥവാ തൊഴിൽ സംക്രമണം എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. ഇതും ഒരു 2 മാർക്ക് ചോദ്യമാണ്, പഠിച്ചിട്ട് പോവുക. ഇനി നോക്കൂ, നമ്മുടെ 12ാമത്തെ ചാപ്റ്റർ ചേഞ്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി അഥവാ വ്യാവസായിക സമൂഹത്തിലെ മാറ്റവും വികസനവും. ചാപ്റ്റർ നോക്കിക്കോളൂ. ഇതിനകത്ത് നമുക്ക് ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടർ ഒരു കമ്പാരിസൺ എഴുതാൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഡിഫറൻസസ് എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്, സംഘടിതം അസംഘടിതമായിട്ടുള്ള മേഖലകളുടെ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒരു ടേബിൾ ഫോർമാറ്റിലൊക്കെ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ വളരെ സൂപ്പറായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്ത് വരുന്നൊരു ചോദ്യമാണ് ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ ആൻഡ് ചേഞ്ച് ഇൻ ഇന്ത്യൻ ഇൻഡസ്ട്രി. ഓക്കെ, അതായത് ഇതൊരു എസ്സേ ടോപ്പിക്കാണ്. നമ്മുടെ ആഗോളവൽക്കരണവും ഉദാരവൽക്കരണവും നമ്മുടെ ഇന്ത്യൻ വ്യാവസായിക മേഖലയിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഞാനൊരു ചോദ്യം പറഞ്ഞല്ലോ, ഈ ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ. ഇവിടെ നമ്മൾ പറഞ്ഞത് റൂറൽ സൊസൈറ്റിയിൽ അഥവാ ഗ്രാമസമൂഹത്തിൽ ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ ഉണ്ടാക്കിയ മാറ്റങ്ങളെ പറ്റിയിട്ടാണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഈ ഒരു 12ാമത്തെ ചാപ്റ്ററിലുള്ള ഈ ഒരു ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. അതാണ് സ്പെഷ്യലൈസ് ചെയ്ത് കാണിച്ചു തന്നത്. ഒന്ന് റൂറൽ സൊസൈറ്റിയുടെ കാര്യമാണ് പറയുന്നത്, ഒന്ന് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയുടെ കാര്യമാണ് പറയുന്നത്. 2 എസ്സേ ടോപ്പിക്കാണ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ടാവും കേട്ടോ. ഇനി വരുന്നതാണ് ടൈലറിസം. ടൈലറിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് അല്ലെങ്കിൽ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയും. മലയാളത്തിലും സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് തന്നെയാണ് പറയുന്നത്. ഇതൊരു 1 വേർഡ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ 3 മാർക്ക്, 4 മാർക്ക്, 2 മാർക്ക്, ഇങ്ങനെ ഒരു രീതിയിൽ ചോദിച്ചേക്കാം. അതുകൊണ്ട് ടൈലറിസം നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യരുത്, നോക്കിയിട്ട് പോവാം. നമ്മുടെ ഫ്രെഡറിക് വിൻസ്ലോ ടൈലറാണ് ഇത് കൊണ്ടുവന്നത് കേട്ടോ. ഇനി ഹോം ബേസ്ഡ് വർക്ക് അഥവാ ഗാർഹിക അടിസ്ഥാനത്തിലുള്ള തൊഴിൽ, ഇതൊരു 5-6 മാർക്കിന് നമുക്ക് ചോദിക്കാം. നമ്മുടെ ബീഡി ഇൻഡസ്ട്രിയുടെ കാര്യമൊക്കെ നമ്മൾ ആ ഒരു ടോപ്പിക്കിൽ പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചിട്ട് പോകണം. അത് ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. ഇനി ഒരു 1 വേർഡാണ്, ഈ ഒരു ചാപ്റ്ററിൻ്റെ അവസാനം വരുന്ന ഒരു 1 വേർഡാണ് ബോംബെ ടെക്സ്റ്റൈൽ സ്ട്രൈക്ക്. ആരുമായി ബന്ധപ്പെട്ടതാണ്? ഡോക്ടർ ദത്താ സാമന്ത്. ഓക്കെ, ബോംബെ ടെക്സ്റ്റൈൽ സമരം ഡോക്ടർ ദത്താ സാമന്തുമായി ബന്ധപ്പെട്ടതാണ്. ഒരു 1 വേർഡാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിയിട്ട് പോവുക. ഇനി നിങ്ങൾക്ക് +2 സോഷ്യോളജിയിൽ അഡീഷണൽ ടെക്സ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു ടെക്സ്റ്റിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കോർ വാല്യൂസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ വരുന്ന ഒരു ആൻസേഴ്സ് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം, സമത്വം, പരമാധികാരം, ജനാധിപത്യം പോലുള്ള കോർ വാല്യൂസിനെ പറ്റിയിട്ടാണ് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. എന്ന് പറയുമ്പോൾ ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രറ്റേണിറ്റി, ഡെമോക്രസി പോലുള്ള കാര്യങ്ങൾ. ഇത് റീസെൻ്റ് ആയിട്ടൊക്കെ 1-2 തവണയൊക്കെ ചോദിച്ചിട്ടുണ്ട്. സോ എന്തായാലും അതൊന്ന് നോക്കിയിട്ട് പോകുന്നത് നല്ലതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്ന അഥവാ സാമൂഹിക നീതി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് 2 മാർക്കിന് ഡെഫിനേഷൻ എഴുതാനും ചോദിക്കാറുണ്ട്. സോ അഡീഷണൽ ടെക്സ്റ്റ് കൂടി എല്ലാവരും ഒന്ന് കവർ ആക്കിയിട്ട് പോകുന്നത് എന്തുകൊണ്ടും ബെറ്റർ ആയിരിക്കും കേട്ടോ.
ഇനിതാ നമുക്ക് ഓണപരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള പോർഷൻസിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് റിവിഷൻ ക്വസ്റ്റ്യൻസ് നോക്കാം. റാൻഡമായിട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളൂ. ആദ്യമേ തന്നെ നോക്കൂ, സോഷ്യോളജിക്കൽ നോളജ് ആൻഡ് കോമൺ സെൻസ് നോളജ് അഥവാ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ഡിഫൈൻ ചെയ്യാൻ ചോദിക്കാറുണ്ട്. പിന്നെ സെൽഫ് റിഫ്ലെക്സിവിറ്റി ഉണ്ട്, മാൽത്തൂസിയൻ തിയറി ഉണ്ട്, സെക്സ് റേഷ്യോ, കാസ്റ്റിൻ്റെ മെയിൻ ഫ്യൂച്ചേഴ്സ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രൈബൽ സൊസൈറ്റി, കമോഡിറ്റൈസേഷൻ ആൻഡ് കൺസെപ്ഷൻ ഉണ്ട്, സ്റ്റാറ്റസ് സിമ്പൽ ഉണ്ട്, മാത്സ് വെബറിൻ്റെ 2 മാർക്കിന് ചോദിക്കാം. അതുപോലെ തന്നെ എന്താണ് അൺടച്ചബിലിറ്റിനെ പറ്റി ചോദിക്കാം. സ്റ്റേറ്റ് ആൻഡ് നോൺ സ്റ്റേറ്റ് ഇനിഷ്യേറ്റീവ്സ് അഡ്രസ്സിങ് കാസ്റ്റ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ ചോദിക്കാം. അപ്പോൾ ഈ ടോപ്പിക്സൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോയാൽ മതി. അപ്പോൾ ഇത് മലയാളം മീഡിയത്തിൽ നോക്കുമ്പോൾ സോഷ്യോളജിയും കോമൺ സെൻസും എന്താണ്, സ്വയം പ്രതിപതനം എന്താ, മാൽത്തൂസ്യൻ സിദ്ധാന്തം എന്താ, ലിംഗാനുപാതം എന്താണ്, ജാതിയുടെ ഫ്യൂച്ചേഴ്സ് എന്താ, ഗോത്ര സമൂഹം, ചരക്കൊൽക്കരണം, അതുപോലെ തന്നെ ഉപഭോഗം, പിന്നെ പദവി ചിഹ്നം, തൊട്ടുകൂടായ്മ, അതുപോലെ തന്നെ ജാതി ഗോത്ര വിവേചനം പരിഹരിക്കുന്നതിനുള്ള സംസ്ഥാനേതര സംരംഭങ്ങളും. റിവിഷൻ ക്വസ്റ്റ്യൻസിൽ മോസ്റ്റ് റിപ്പീറ്റഡ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. സോ റാൻഡമായിട്ടാണ് എടുത്തത്. സോ നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് പോർഷൻ പഠിച്ചിട്ട് മാത്രം ഇത് പഠിക്കുക.